അപ്പോ ഗൺ ലൈസൻസിന് അപേക്ഷ കൊടുത്തു. ഇനി അതിന്റെ ഒരു പ്രൊസീജിയർ ഉണ്ട്. പ്രൊസീജിയർ പ്രകാരം കളക്ടറുടെ ഭാഗത്തു നിന്ന് സ്പീഡപ്പ് ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പോലീസ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല. ദാറ്റ് വി വിൽ സീ, വെയിറ്റ് ആൻഡ് സീ. കല്ലുകൊണ്ട് എറിഞ്ഞ് വീഴ്ത്തുന്ന ഭീഷണി അങ്ങനെ കണക്കാക്കാം. അങ്ങനെ ആരെങ്കിലും വിളിച്ചിരുന്നു? മനസ്സിലായില്ലേ? എങ്ങനെ വീഴ്ത്തല്ലോ. താങ്കൾക്ക് ഒരു ഗവൺമെന്റ് കൂടുതൽ പോലീസ് സുരക്ഷയുടെ ആവശ്യമുണ്ടോ? അല്ല, എനിക്ക് തോക്ക് കിട്ടിയാൽ മതി. ഐ വിൽ മാനേജ്. മറ്റൊരു കാര്യം, ഈ സരിത താങ്കൾ പറഞ്ഞത് ശരിയാണ്. അജിത് കുമാർ പിന്നെ ഈ പരാതിക്കാരി പറഞ്ഞിട്ടുണ്ട്, ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് മൊഴി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് അജിത് കുമാർ വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. സരിത എപ്പോ പറഞ്ഞു? കുറച്ചു മുമ്പ് മാധ്യമങ്ങൾ ഈ വാർത്ത കണ്ടു. അതെ, ഞാൻ പറഞ്ഞില്ല, എനിക്ക് കിട്ടിയ വിവരം ഞാൻ തന്നു. ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആലോചിക്കട്ടെ. അതുമായി ബന്ധപ്പെട്ട പരാതിക്കാരും സാക്ഷികളും അത് അന്വേഷിച്ച ഉദ്യോഗസ്ഥരും ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിക്കപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് അന്വേഷണത്തിൽ തന്നെ പോട്ടെ. പിന്നെ സരിത വേറെ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ ഹൈക്കോടതിയിൽ ഈ ചങ്ങാതിനെ കുറിച്ച്. അജിത് കുമാർ ശാരീരികമായി പീഡിപ്പിച്ചാണ് പോലീസ് കേസെടുക്കാത്തതുണ്ട്. ഹൈക്കോടതിയിൽ കേസുണ്ട്. അജിത് കുമാർ പീഡിപ്പിച്ചിട്ട് അവർ പരാതി കൊടുത്തിട്ട് പോലീസ് കേസെടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് പോലീസിന് ഡയറക്ഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ അവരോട് ചോദിച്ചാൽ അറിയാം. ഞാൻ മനസ്സിലാക്കിയ കേട്ടവരാ. നിങ്ങളൊന്ന് വിടി മാഷേ. മുഖ്യമന്ത്രി എവിടെയൊക്കെ ഇരുന്നോട്ടെ, ആ സാധുവിന്റെ അഞ്ഞത്തേക്ക് കയറണ്ട. ഞാൻ അവിടെ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിനെ കാണുമെന്ന് പറഞ്ഞില്ലേ, പിന്നെ അതിങ്ങനെ ചോദിക്കുന്ന കാര്യം എന്താ?